ഹലോ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാം. അതായത് എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധം എന്നാണോ എന്തെന്നാണ് എന്തെന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് ഞാൻ ഹോം നേഴ്സായിട്ട് പോണേങ്കാട്ടിലൊക്കെ മുന്നേ കേട്ടോ. ഹോം നേഴ്സായിട്ട് പോണേങ്കാട്ടിലൊക്കെ മുന്നേ പണിയില്ലാതൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു 3 മാസം എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി. ആ സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് പറയേണ്ടി വന്നാൽ അതാരൊക്കെയാണെന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ അവർ ജീവിക്കുന്നവർ സുഖമായി ജീവിച്ചോട്ടെ, നമ്മളതിനെപ്പറ്റി നമ്മൾ തലയിടാൻ ഇതാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ 3 മാസത്തെ ജോലി അവിടെ കിട്ടിയിട്ട് അവിടുത്തെ ജോലി ആ സ്ഥാപനം നടത്തുന്നവരുടെ കുഴപ്പം കൊണ്ട് അത് പൂട്ടേണ്ടി വന്നു. അതിപ്പോൾ നമുക്കൊരു ഹോട്ടലാവാം, എങ്ങനെ എന്തോ ആവാം. അപ്പോൾ നമ്മൾ എന്ത് കച്ചവടമായാലും അത് അറിയുന്നവർ വേണം ചെയ്യാൻ. അപ്പോൾ അതവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കാണ് അവിടെയുള്ള ഒരാളുടെ അടുത്ത് പറയണത്, അവരുടെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആ ലേഡിയുടെ അമ്മ അങ്ങനെ കിഡ്നിയൊക്കെ വിറ്റിട്ടുണ്ട്, അവർക്ക് 10 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു കിഡ്നി വേണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇത്രയും കഷ്ടപ്പാടല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, ശരി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ എനിക്ക് എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ എനിക്ക് സമ്മതമാണ്, ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കാൻ എനിക്കും സമ്മതമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു വട്ടം നമുക്ക് അങ്ങോട്ട് പോവേണ്ടി വന്നു, ആ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നു. അപ്പോൾ ഒരു വട്ടം നമ്മൾ പോകുന്നത് തന്നെ നമുക്കൊരു 1500 രൂപയാണ് തരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വട്ടം പോയി വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് തടി കൂടുതൽ, ഇപ്പോൾ കുറച്ച് തടി കുറഞ്ഞു തോന്നുന്നുണ്ട്, ആദ്യം നല്ല തടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കാട്ടിലും ധൃതിയായിരുന്നു അവർക്ക്. ആർക്കെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക്, എനിക്ക് ബന്ധുക്കളോ അങ്ങനെ ആരുമില്ല. അപ്പോൾ എനിക്ക് നാട്ടിൽ പണി കിട്ടാനും യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ പിള്ളേരെ നോക്കണം. അപ്പോൾ ഈ കിഡ്നി നമ്മൾ ഇതാക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. പിന്നെ എനിക്കറിയാം എനിക്ക് പിന്നെ ഒരു ലൈഫില്ല എന്നെനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ എൻ്റെ കാര്യം എന്തെങ്കിലും ആവട്ടെ, പിള്ളേരുടെ കാര്യം അവരുടെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചത്, ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ ഇതൊരു ചതിയാണെങ്കിൽ ഇത് നടക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെ സേഫ് ആക്കുക, എൻ്റെ അവിടെ തൃശ്ശൂരുള്ള വീടൊന്ന് സെറ്റാക്കുക. അത്രയും ഒരുപാട് വലിയതൊന്നല്ല, പിള്ളേരുടെ പേരിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കറിയാം അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താവും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ ആരോഗ്യമൊക്കെ പോകും. അതൊന്നും എന്നെക്കുറിച്ച് ഞാൻ തിരിച്ച് ചിന്തിക്കാത്തൊരു സമയമായിരുന്നു കേട്ടോ. പിന്നെയാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേച്ചി ചേട്ടൻ എന്ന് കരുതിയിട്ട് നിൽക്കുന്നവർ പറയണത്, നമുക്കൊരു ഷോപ്പ് തുടങ്ങാം, ആ പൈസ കൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങാം, നിനക്ക് പിന്നെ ഈ ഇതൊക്കെ കിഡ്നിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പറ്റില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു ഷോപ്പൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ചാ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയും അവരും എടുക്കുമായിരിക്കും, അങ്ങനെ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുമല്ലോ, അങ്ങനെ ആയിരിക്കും കരുതി. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട്, അതായത് എൻ്റെ കിഡ്നി വിറ്റ പൈസ കൊണ്ട് ഷോപ്പ് തുടങ്ങാം, അത് അവരുടെ പേരിൽ തുടങ്ങുക. അപ്പോഴാണ് എനിക്കിതിലെ ശരിക്കും മനസ്സിലായി. എനിക്ക് 3 പിള്ളേരാണ്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപ്പോൾ എന്നെ ഈ കിഡ്നി ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് അവർ അഡ്മിറ്റ് ആവാൻ ആ സമയത്തൊക്കെ അഡ്മിറ്റായിട്ട് നമ്മൾ കിഡ്നി മാറ്റണം, ആ ഒരു ടൈമിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ തരുള്ളൂ. അപ്പോൾ അത് വാങ്ങാൻ എൻ്റെ കുട്ടികൾക്ക് എന്തായാലും ഒരു കുഞ്ഞു മക്കളല്ലേ, അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ ആൾ പറയുന്നത്, നിനക്ക് വേറെ ആരുമില്ല, അപ്പം ഞങ്ങളായിരിക്കും പൈസ വാങ്ങുക, പിന്നെ നിനക്ക് പൈസ തരില്ല, കാരണം നിനക്ക് പൈസ ചിലവാക്കാൻ അറിയില്ല, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, എൻ്റെ 3 പിള്ളേരും ഉണ്ടാവും, പിന്നെ എൻ്റെ അമ്മയുടെ ഒപ്പം ഇതൊക്കെ വേണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി, പിന്നെ എൻ്റെ മൂത്ത മോള് വേറെ ആരില്ലാത്തതിന് മൂത്ത മോളുടെ സൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എൻ്റെ പിള്ളേരുടെ കയ്യിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് വിട്ടിട്ട് അവരും ഞാനും തമ്മിലൊരു എന്താ പറയുക ദേഷ്യമായി. കാരണം അവരുടെ വിചാരം ഈ പൈസ മുഴുവൻ ഞാൻ അവർക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോഴും ഞാൻ ഗുരുവായൂരപ്പൻ, എനിക്ക് വേറെ ആരുമില്ല, ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും എന്നും ഞാൻ
വിശ്വസിക്കുന്നത് അതിൽ മാത്രം കേട്ടോ. എനിക്ക് ഭഗവാനിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പം നീ ഇല്ല, എൻ്റെ ചെറിയാളെ വീഡിയോ എടുക്കണം കേട്ടോ, ഫോളോ വയ്ക്കും. നീ ഇല്ല അപ്പടി പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ഒരുപാട് അവർക്ക് എൻ്റെ തടി കുറയ്ക്കാനും ഇതാക്കാനും ഒക്കെ അവർക്കാണ് താല്പര്യം. എന്നെക്കാട്ടിലും കൂടുതൽ അവരാണ്. കാരണം പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത രണ്ട് സാധനങ്ങൾ. ഞാൻ ഇതൊന്നും തുറന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അവരുടെ പേരും ഇതും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ വരരുത്. വന്ന് കഴിഞ്ഞാൽ ഞാനും നല്ല അസലായിട്ട് അങ്ങോട്ട് പണി തരും. കാരണം നമ്മളിത് ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല. ഞാൻ എൻ്റെ പൊട്ടബുദ്ധി കൊണ്ടായിരിക്കാം. കാരണം എൻ്റെ മക്കളെ സേഫാക്കുക. അവിടുത്തെ വീട് നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ കോലം ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ബാത്റൂമും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയൊരു വലിയൊരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നടന്നില്ല കേട്ടോ. എന്തായാലും എന്താണ് എന്നാലും ആ പരിപാടി നടന്നില്ല. കിഡ്നി എൻ്റെ അടുത്ത് തന്നെ കേട്ടോ, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് തന്നെ സേഫായിട്ടുണ്ട്. നമ്മളത് കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയൊരു എന്തെന്നാ പറയുക അറിയില്ല, അങ്ങനെ ഒരു ഇത് ഉണ്ടായി. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു.